ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ള ഒരു അയില പൊള്ളിച്ചതാണ്. അയില മീനാകുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ അയില പൊള്ളിച്ചത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ അയില നന്നായിട്ട് ക്ലീനാക്കി കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കൂട്ടിലേക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ കേട്ടോ നല്ലത്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോയിന്. മീൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതൊന്ന് തൂവി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളിനി അടുത്ത പ്രാവശ്യമൊക്കെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ, സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. പോരാത്ത കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉലുവ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ്. ഇപ്പോൾ ചെറിയുള്ളി അധികം എടുക്കാനില്ലെങ്കിൽ പകുതി ചെറിയുള്ളിയും സവാളയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത്. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് എണ്ണ തിരിഞ്ഞ് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം വെള്ളമായിട്ട് എടുക്കണ്ട, നമ്മൾ പൊള്ളിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ തിരിഞ്ഞിട്ട് നന്നായിട്ട് ചാറൊക്കെ കുറുകി വരും.
ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇളക്കണ്ട, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടി പിടിക്കില്ല. ഇപ്പോൾ നമ്മുടെ നാടൻ അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര ടേസ്റ്റിയാണെന്ന്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി അയിലമീൻ വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. എന്തായാലും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ്, ഗ്യാരണ്ടി ഡിഷാണ്. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്